ലൂണാർ ന്യൂ ഇയർ എന്ന് ആരെങ്കിലും കേട്ടുണ്ടോ? ഞാനും കേട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഈവൻറ്റ് ഓഫീസിൽ നടക്കുന്നു എന്നുള്ളൊരു ഇമെയിൽ കിട്ടുന്നിടം വരെ. ഏഷ്യൻ കൾച്ചർ ഇൻക്ലൂഡിങ് വിയറ്റ്നാമീസ്, കൊറിയൻ, ചൈനീസ് ഇവരുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷനാണ് ഈ ഒരു ലൂണാർ ന്യൂ ഇയർ കേട്ടോ. 3 സൈക്കിൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് എനി ടൈം ബിറ്റ്വീൻ ജാനുവരി 21 ടു ഫെബ്രുവരി 20 ആണ് ഈ ഒരു ലൂണാർ ന്യൂ ഇയർ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്നും അല്ലെങ്കിൽ ചൈനീസ് ന്യൂ ഇയർ എന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ. പിന്നെ സെലിബ്രേഷനിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ ഫാമിലി റീയൂണിയൻസും ഫയർ വർക്ക്സും ടെമ്പിൾ വിസിറ്റും പിന്നെ റെഡ് എൻവലപ്സ് വെച്ചിട്ട് ഡെക്കറേഷൻസും ഇതൊക്കെയാണ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സെലിബ്രേഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ റെഡ് കളർ ഡെക്കോർ വെക്കാനുള്ള കാരണം പണ്ട് ഏൻഷ്യൻ ചൈനയിൽ നിയാൻ എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്നും പുള്ളിക്കാരന് റെഡ് കളേഴ്സിനെയും ലൗഡ് നോയ്സിനെയും ബ്രൈറ്റ് ലൈറ്റ്സിനെയും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ അവർ ചെയ്യുന്നതെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫാമിലി റീയൂണിയൻ ആയതുകൊണ്ട് തന്നെ മില്യൺസ് ഓഫ് ഏൻഷ്യൻസ് ആണ് അവരുടെ വീട്ടിലേക്ക് ട്രാവൽ ബാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് വേൾഡ്സ് ലാർജസ്റ്റ് മൈഗ്രേഷൻ ഈ സമയത്ത് സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഗൂഗിളിൽ നോക്കിയപ്പം കുറേ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫൺ ഫാക്ട്സ് ഈ ഒരു സെലിബ്രേഷനെ പറ്റിയിട്ട് കാണാൻ സാധിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ അറിയാമെന്നുള്ളത് കമൻറ്റിൽ പറയണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.